2.5 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പിടി ഇതേമാതിരി ഇങ്ങനെ 2 പിടി ചോറും. നമ്മൾ വെക്കണ കുക്കിംഗ് റൈസാണ് കേട്ടോ, അതായത് എൻ്റെ മട്ട റൈസാണ്, അതും ഇട്ടിട്ടുണ്ട്. ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കാനായിട്ടോ, നാളത്തേക്ക് പുട്ടുണ്ടാക്കാനാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നനവ് ഇങ്ങനെ മതി കേട്ടോ, അതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കട്ടയാവണം, അത്രയും മതി നനവ്. മിക്സിയിൽ ഞാനൊന്ന് കറക്കിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കുറച്ചും കൂടി ഉണ്ട്, ഇതും കൂടി അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ 2 പ്രാവശ്യം ഞാനിത് കറക്കിയെടുത്തു കേട്ടോ. അപ്പം നല്ല അടിപൊളി പുട്ടിൻ്റെ പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് രാവിലെ എടുത്തൊന്ന് പുറത്തേക്ക് വയ്ക്കുക. തണുപ്പ് പോകുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്തിട്ട് പുട്ടുണ്ടാക്കാം. ഇത് 2 കുറ്റി പുട്ടിന് ഏകദേശം ഉണ്ടാവും കേട്ടോ, ഞങ്ങൾക്കുള്ളത് മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കും. ജോലിക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളിത് ഇങ്ങനെ നനച്ചിട്ട് ഒരു എയർ ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു ദിവസം കൊണ്ട് എടുക്കാനുള്ളതല്ലേ, അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് നാളെ നമുക്ക് പുട്ടുണ്ടാക്കാനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.